ഇതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുത പദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. കൗസല്യ മാതാജി, നാരായണക്കുരു പ്രഭു ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. നാരായണക്കുരു പ്രഭു മ്യൂട്ട് ചെയ്തേരെ. നാരായണക്കുരു പ്രഭു ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും നമ്മുടെ ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. അപ്പൊ നമ്മള് ഒരു തീർത്ഥയാത്രയിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമാതിരി ഒരു ആധ്യാത്മിക യാത്ര. ആ യാത്രയുടെ പാതയെന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യത്തെ ശ്ലോകം എടുത്തായിരുന്നു. ആദ്യത്തെ ശ്ലോകത്തില് ഭഗവാന്റെ 7 വിശേഷണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ സമയക്കുറവ് കൊണ്ട് റീക്യാപ്പ് ചെയ്യുന്നില്ല. റീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് പോകും. അതിനകത്ത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീമദ് ഭാഗവതം കൊണ്ടൊരു ഭാഗവതം എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഒരു നോട്ട്സ് ബുക്ക്, എന്തൊരു ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു നോട്ടായിട്ട് നോട്ട്സ് കുറിച്ച് വെക്കാം. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വിശേഷണമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവത ഗ്രന്ഥത്തിന്റെ വിശേഷണങ്ങളാണ് പറയും. ഭഗവാന്റെ വിശേഷം ഭാഗവതം. ഭാഗവതം എന്നുള്ള വാക്ക് 2 വാക്കുണ്ട്. ഭാഗവതം, ഭാഗവത് എന്നുണ്ട്. ഭാഗവതം എന്ന് പറയുമ്പോൾ അത് ഗ്രന്ഥവും, ഭാഗവത് എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ശുദ്ധ ഭക്തരെയാണ് പറയുന്നത്. അവൻ വലിയ ഭാഗവത്, അദ്ദേഹം വലിയ ഭാഗവത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗവത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശുദ്ധ ഭക്തരെയും, ഭാഗവതം ഭാഗവത് ഗ്രന്ഥത്തിനെയും കുറിച്ചാണ് പറയുന്നത്. ഈ ആദ്യത്തെ ശ്ലോകത്തിന്റെ കൂട്ട് തന്നെ രണ്ടാമത്തെ ശ്ലോകത്തിലും 7 വിശേഷണങ്ങളാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വിശേഷണങ്ങളായിരുന്നു എങ്കിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവത ഗ്രന്ഥത്തിന്റെ വിശേഷം. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ധർമ്മപ്രോജിതോ കൈതോ അത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംവ പൈരേരീശ്വര
സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേ അത്ര കൃതിവി ശുശ്രുവി തക്ഷണാത്. അതിന്റെ ട്രാൻസ്ലേഷൻ, നമ്മൾ ശീലപ്രഭുവിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ, അത് പർപ്പട്ട് ഞാൻ വായിക്കുന്നില്ല, പർപ്പട്ട് നിങ്ങളൊക്കെ വീട്ടിൽ വായിക്കാറ് ഒത്തിരി വലിയ പർപ്പട്ടാണ്, അതുകൊണ്ട് പർപ്പട്ടുകൾ നമ്മൾ വായിക്കാതെ തന്നെ ട്രാൻസ്ലേഷൻ മാത്രം വായിക്കുന്നു. ഭൗതിക പുരോഗതി ശ്രദ്ധിച്ചു കേൾക്കണേ, ഭൗതിക പുരോഗതിയെ ലക്ഷ്യം വെച്ചുള്ള ധർമ്മകർമ്മങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി. ഭൗതിക പുരോഗതി എന്ന് പറയുമ്പം ലക്ഷ്യം വെച്ചുള്ള ധർമ്മങ്ങൾ, അത് ഇതാ പുരുഷാർത്ഥങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിർമ്മലഹൃദരായ ഭക്തർക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്ന വിധം പരമസത്യത്തെ ഭാഗവത പുരാണം പ്രതിപാദിക്കുന്നു. ഏവരുടെയും ക്ഷേമ താല്പര്യാർത്ഥം യാഥാർത്ഥ്യത്തെ മിഥ്യയിൽ നിന്ന് വേർതിരിക്കുന്ന ശ്രേഷ്ഠമായ ഉണ്മയാണ് പരമസത്യം. ആ സത്യം ജനിമൃതി നിർഭരമായ ത്രിവിധ ക്ലേശങ്ങളെ ഉന്മൂലനം ചെയ്യും. മുനിശ്രേഷ്ഠനായ വ്യാസദേവനാൽ രചിക്കപ്പെട്ട മനോജഗംഭീരമായ ഈ ഭാഗവതം ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകും വിധം സ്വയം പര്യാപ്തമാണ്. ആകയാൽ മറ്റൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യം എന്താണ്? ഭാഗവത മാഹാത്മ്യത്താൽ സവിനയത്തോടെ സശ്രദ്ധമായി ഭാഗവത സന്ദേശം ശ്രദ്ധിക്കുന്ന ഒരാളുടെ മനസ്സിൽ തൽക്ഷണം ഭഗവാൻ വാസം ഉറപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഇതിനകത്ത് 7 വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്കപ്പം നോക്കാം. ആദ്യം പിന്നെ ശ്ലോകം തുടങ്ങുന്നതാണ് ധർമ്മപ്രോചിതോ കൈതവവും. ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡ്യൂട്ടി, ഉത്തരവാദിത്തം, അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. കൈതവ ധർമ്മം, കൈതവം എന്ന് പറഞ്ഞാൽ എന്തുവാ? കൈതവം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കണം കൈതവം. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം, ശരി, നേരിട്ടല്ലാത്തത്. അപ്പം നമ്മളുടെ പിന്നെ ധർമ്മം എന്താണെന്ന്, ഡ്യൂട്ടി എന്താണെന്ന് നമ്മുടെ ശാസ്ത്രം വളരെ വ്യക്തമായും വിശദമായും പ്രതിപാദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വേദത്തില്. ഇവിടെ പറഞ്ഞ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ധർമ്മ പ്രോചിതോ കൈവ. പ്രോചിതം എന്ന് പറഞ്ഞാൽ എടുത്ത് നിരാകരിക്കുക, എടുത്ത് വെളി കളയുക, നിരാകരിക്കുക. ധർമ്മ പ്രോചിതോ കൈതവോ അത്ര. അത്ര എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ബുക്കില് ധർമ്മം കൈതവ ധർമ്മം. കൈതവ ധർമ്മം എന്ന് പറഞ്ഞാൽ നേരായ അല്ലാത്ത ധർമ്മം. അതായത് മാനവധർമ്മം എന്താണോ അതിന് വിപരീതമായി പറയുന്ന ധർമ്മം. മാനവധർമ്മം എന്ന് പറയുന്നത് എന്തുവാണ്? കൃഷ്ണഭക്തി. അതിന് വിപരീതമായി പറയുന്ന ധർമ്മമാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 കാര്യങ്ങളാണ് വേദത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളെയും ആദ്യം തന്നെ ശ്രീമദ് ഭാഗവതം നിരാകരിക്കുകയാണ്, തിരസ്കരിക്കുകയാണ്, എടുത്ത് ചവിറ്റുകൊട്ടലിടാനാണ് പറയുന്നത്. അത് പ്രോചിതം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. അതായത് ധർമ്മ പ്രോചിതോ കൈതവം. പ്രോചിതത്തിന് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞ് പ്രോചിതത്തിന് ഇച്ചിരി അങ്ങോട്ട് മാറ്റിക്കാൻ വരുന്ന മാറ്റുമെന്നുണ്ട്. ധർമ്മ കൈതവം, കൈതവ ധർമ്മത്തെ തള്ളിപ്പറയുന്നു. ആര് പറയുന്നു? ഭാഗവതം. അപ്പൊ ആദ്യത്തെ നമ്മളുടെ ഗുണം, വിശേഷണം, ക്വാളിറ്റി ശ്രീമദ് ഭാഗവതത്തിന്റെ ഇതിനകത്ത് കൈതവ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പരിപൂർണ ശുദ്ധ കൃഷ്ണഭക്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 പുരുഷാർത്ഥങ്ങൾ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തള്ളി പറയുന്നത്? വേദം ഭഗവാന്റെ ശ്രീമുഖത്തു നിന്ന് ഒന്നാണ്. അതിനെ എന്തുകൊണ്ടാണ് ഭാഗവതം തള്ളി പറയുന്നത്? ഈ 4 പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് 4 പുരുഷാർത്ഥങ്ങൾ. അപ്പൊ അതായത് ധർമ്മം എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു, നമ്മളുടെ ധർമ്മം എന്ന് പറഞ്ഞത് കൃഷ്ണഭക്തിയാണ്. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ധർമ്മം. പ്രത്യേകിച്ച് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിച്വൽസ് എന്ന് പറഞ്ഞ മലയാളത്തിൽ പെട്ടെന്ന് ആചാരങ്ങളെയാണ് ഇവിടെ ധർമ്മം എന്ന് പറയുന്നത്. അതായത് ചില പൂജകൾ നടത്തുക, ധനാർജത്തിന് വേണ്ടിയുള്ള പൂജകൾ, അങ്ങനെയുള്ള കുറെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ പോകണതിന് വേണ്ടി എന്ത് ചെയ്യണം, ധനം സമ്പാദിക്കണം, എന്ത് വേണം, അതിനുള്ളത്. അപ്പൊ ആ ആചാരങ്ങളിലൂടെ, ആചാരങ്ങൾ ധർമ്മം എന്ന് പറഞ്ഞു. ആ ധർമ്മത്തിലൂടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പത്ത് നേടിയിട്ട് ധർമ്മം, അർത്ഥം, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഭൗതികമായ ആഗ്രഹത്തിനാണ് കാമം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭൗതികമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ധർമ്മം, ആ ധർമ്മത്തെ ഭാഗവതം തള്ളി പറയുന്നു. നമുക്ക് വേണ്ടത് എന്തുകൊണ്ടാണ് വേണ്ടത്? അത് എന്തിനു വേണ്ടിയാ പിന്നെ വേദത്തിൽ പറഞ്ഞേക്കുന്നത്? യാതൊരുവിധ ഭക്തിയിലും രുചിയില്ലാത്ത ആൾക്കാർ, തിന്നണം, കുടിക്കണം, ഉറങ്ങണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് ഭൗതികമായി ഇച്ചിരി ആഗ്രഹങ്ങൾ സഫലീകരിക്കണം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ആചാരങ്ങളിലൂടെ, ഇപ്പൊ നമുക്കറിയാം, അമ്പലത്തിൽ പോയിട്ട് ആ പൂജ, ഒരു അർച്ചന, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ ആൾക്കാർ? എന്തിനാ പറയുന്നത്? അതും ഭക്തിയായിട്ട് യാതൊരു ബന്ധമില്ല. അവർക്ക് എന്തെങ്കിലും ഭൗതികമായ നേട്ടം വേണം, അതിനുവേണ്ടി ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ധർമ്മത്തിലൂടെ ധനങ്ങൾ ആർജിച്ചു കഴിയുമ്പോൾ
കാമം അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ആ പണം വിനിയോഗിക്കുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് അത് ഇതിനകത്തൊന്നും സുഖമില്ലല്ലോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും എനിക്ക് നേടാൻ ഒന്നുമില്ല. എന്ത് എല്ലാ സുഖത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓ, ഇതൊന്നും വേണ്ട. അപ്പൊ അവര് മോക്ഷത്തിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ ആധ്യാത്മികമായ രുചിയില്ലാത്തവർക്ക് വേണ്ടി, ആധ്യാത്മികമായ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതായത് ആ 4 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല മാനവധർമ്മം. മാനവധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്ലോകം വരുന്നുണ്ട്, അന്നേരം നമുക്ക് എടുക്കാം. അപ്പൊ സത്യത്തിൽ ഈ 4 പുരുഷാർത്ഥങ്ങൾ ആധ്യാത്മികമായ രുചിയില്ലാത്തവരെ, ഭൗതികമായ ആസക്തി കൂടുതലുള്ളവരെ ഉദ്ദേശിച്ചുണ്ടാക്കിയാണ് അതിനെ ശ്രീമദ് ഭാഗവതം തള്ളിക്കളയുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കൈതവ ധർമ്മം എന്ന് പറയുന്നത്. ശരിയായ ധർമ്മമല്ല. യഥാർത്ഥ ധർമ്മം എന്താണെന്ന് നമുക്ക് 2ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ശ്ലോകം സവൈ പുംസാംബരോ ധർമ്മോ യഥോ ഭക്തി അധോക്ഷ എന്നുള്ള ശ്ലോകം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ചീറ്റിംഗ് റിലീജിയൻ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയലി മോട്ടിവേറ്റഡ് റിലീജിയൻ എന്നും പറയാറുണ്ട്. ഇതിന് ഈ ധർമ്മത്തിന്, ഈ 4 പുരുഷാർത്ഥങ്ങളെ ചീറ്റിംഗ് റിലീജിയൻ എന്നും പറയുന്നുണ്ട്, മെറ്റീരിയലി മോട്ടിവേറ്റഡ് റിലീജിയൻ എന്നും പറയുന്നുണ്ട്. അതിന് ശ്രീമദ് ഭാഗവത്തിന്റെ ആരംഭത്തിൽ തന്നെ വ്യാസഭഗവാൻ അതിനെടുത്ത് കളഞ്ഞു. അത് എന്തുകൊണ്ടാണ് കളഞ്ഞതെന്നും നമുക്ക് ഭാഗവത്തിൽ പിന്നെ ചർച്ച വരുന്നുണ്ട്. അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് ഉള്ളി ചർച്ച. അപ്പൊ ആദ്യത്തെ വിശേഷണം എന്തുവാണ്? കൈതവ ധർമ്മത്തിനെ ഭാഗവതം നിരാകരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് 2ാമത്തേത് നോക്കാം. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ. അത്ര എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൽ പരമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, ഏറ്റവും വിശേഷമുള്ളതായത്. അതായത് ഏറ്റവും വലിയ ധർമ്മം എന്താണെന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. 2ാമത്തെ വിശേഷണമാണ്. ആ ധർമ്മം എന്താണെന്ന് അത് മൊത്തം ഭാഗവതം അത് തന്നെയാണ്, നമുക്കത് പഠിക്കാതെ. ഇപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് കൈതവധർമ്മത്തെ തള്ളി പറഞ്ഞിട്ട് പരംധർമ്മം എന്താണെന്ന് ഭാഗവതത്തെ പഠിപ്പിക്കുന്നു. ആദ്യത്തെ വിശേഷണം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിന്റെ കൈതവധർമ്മത്തിനെ തള്ളി പറയുന്നു. അപ്പം കൈതവധർമ്മത്തെ തള്ളി പറയുന്നത് ഇത് എന്തിനായി റിപ്പീറ്റ് വന്നപ്പോ ഭാഗവത ഭക്തര്, ഭഗവാന്റെ ഭക്തര് ഇതിന്റെ പുറകിൽ പോകാൻ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ ചർച്ച അതിനൊരു പോയിന്റിൽ വരുന്നുണ്ട്, അന്നേരം ചർച്ച ചെയ്യാം. അപ്പൊ ആദ്യത്തെ വിശേഷണം കൈതവധർമ്മത്തിനെ ഇല്ലാതാക്കുന്നു. ഇത് നോട്ട്ബുക്കിൽ ഒരു നോട്ട് വെക്കുക. 2ാമത്തെയാണ് പരംധർമ്മത്തെ പഠിപ്പിക്കുന്നു. അതാണ് ധർമ്മപ്രോചിത കൈതവ് അത്ര പരമോ. അത് ഈ ഭാഗം നമ്മളെ പഠിക്കുന്ന പരംധർമ്മമാണ് പഠിപ്പിക്കുന്നത്. അത് 2ാമത്തെ വിശേഷണം. ഇനി നമുക്ക് 3ാമത്തെ വിശേഷം നോക്കാം. ധർമ്മപ്രോചിത കൈതവ് അത്ര പരമോ നിൽമത്സരാണാം സദാ. നിൽമത്സരാണാം. ഈ ഭാഗവതധർമ്മത്തെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിൽമത്സരാണാം. അത് മനസ്സിൽ കളങ്കമില്ലാത്തവര്. അത് ശ്രീല പ്രഭുപാദന്റെ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് നിൽമത്സരാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ കളങ്കമില്ലാത്തവര്. ഈ ഭാഗവതം മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നത് മനസ്സിൽ അസൂയയില്ലാത്തവര്, മാത്സര്യമില്ലാത്തവര്, പരിശുദ്ധ ഹൃദയമുള്ളവര്. അങ്ങനെയുള്ള കൃഷ്ണഭക്തർക്ക് മാത്രമേ, അല്ലെങ്കിൽ കൃഷ്ണഭക്തർക്ക് എല്ലാവർക്കും അങ്ങനെയാണ്, ആയിരിക്കണം, അല്ലാത്തൊരു കൃഷ്ണഭക്തർ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിൽ അസൂയ, ഈർഷ്യ, അഹങ്കാരമൊക്കെ ഉള്ളവര് ഭക്തർ എന്ന് പറയാൻ യോഗ്യരല്ല. അത് ഞാൻ കൃഷ്ണഭക്തയാണ് അല്ലെ കൃഷ്ണഭക്തനാണെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ അസൂയ, ഈർഷ്യ, അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തർക്ക് മാത്രമേ ഭാഗവതം പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് 3ാമത്തെ കാര്യം വ്യാസഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് നിൽമത്സരാണാം സദാ. അപ്പം അത് ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ അഹങ്കാരമില്ല. സദാ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭക്തർ എന്നാണ്. വേദ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധ്യമായത്. നിർമത്സരാണാം സദാം വേദ്യം. അപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഭക്തർക്ക് മാത്രമേ, അതായത് ഏത് ഭക്തർക്ക്? ആരുടെ മനസ്സിൽ അഹങ്കാരമില്ല, കളങ്കമില്ല, അസൂയയില്ല, ദേഷ്യമില്ല, അഹങ്കാരമില്ല, അങ്ങനെയുള്ളവർക്ക് മാത്രം. അതാണ് പരിശുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ്. പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ കളങ്കമില്ലാത്ത പരിശുദ്ധർ എന്നുള്ളതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഹൃദയത്തിൽ 100% പരിശുദ്ധമുള്ളവരെന്ന് പറയുമ്പോൾ അതിനകത്ത് അഹങ്കാരവും മാത്സര്യം, മതം എല്ലാം ഇതിനകത്ത് വരും. അതില്ലാത്ത ഭക്തർക്ക് മാത്രമേ ഭാഗവതത്തിനെ ഉൾക്കൊള്ളാൻ കഴിയൂ. ഭാഗവതത്തിലെ 18,000 ശ്ലോകം നമുക്ക് വായിക്കാൻ പറ്റും, ഒരു പക്ഷേ വേണമെങ്കിൽ കാണാതെ പഠിക്കാനും പറ്റും. പക്ഷെ ഭാഗവതത്തെ ഉൾക്കൊള്ളാൻ കഴിയണം, ഭാഗവതത്തെ മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ ആധ്യാത്മികമായ ഈ അമൂല്യ രത്നത്തെ നമുക്ക്
സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ വേറെ ഒന്നും പാടില്ല. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? തള്ളി പറയുന്നു. 2, ഇത് ഏറ്റവും പരമമായ ധർമ്മം പഠിപ്പിക്കുന്നു. 3, ഇത് പഠിക്കാൻ ആർക്ക് കഴിയും? പരിശുദ്ധ ഹൃദയർക്ക് മാത്രമേ, പരിശുദ്ധമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ പറ്റൂ. ഈ 3ന്റെ ലിങ്കും മനസ്സിലാക്കണം. ഇത് ചുമ്മാ അങ്ങ് പറയല്ല. ആദ്യം പറഞ്ഞ എന്തുവാണ്? ഹൈന്ദവ ധർമ്മം തള്ളിക്കളയുന്നു. അപ്പൊ മനസ്സിൽ ചോദ്യം വരും, ഇനി എന്ത്? ഇനി പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? പരമമായ ധർമ്മമുണ്ട്, അത് പഠിക്കണം. അല്ലെ, പരമമായ ധർമ്മം നമ്മളെ ഭാഗവതം പഠിപ്പിക്കും. ആർക്ക് പഠിക്കാൻ പറ്റും? പരിശുദ്ധമായ നിൽമത്സരാണാം സദാം വേദ്യം. അപ്പൊ 3 പറഞ്ഞു. ഈ 4ാമത്തെ ക്വാളിറ്റി എന്താണ്? വാസ്തവം അത്ര വസ്തു. വാസ്തവം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, അത്ര എന്ന് പറഞ്ഞാൽ ഇതിൽ, ഈ ഭാഗവത്തിൽ ശരിയായ തത്വം, വാസ്തവ തത്വമാണ്. അതായത് ഈ ഭാഗവത പുരാണത്തിൽ പറയുന്നത് വാസ്തവമായ തത്വങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തത്വം എന്ന് പറയുമ്പോൾ അത് ഭാഗവത് തത്വം, കൃഷ്ണതത്വം, ഭക്തി തത്വം, ഇത് ഏതും ആകാം. ഇത് 3ഉം ആകാം. വേറെ ഒരു തത്വം ഇതിനകത്ത്, ഇത് എക്സ്ക്ലൂസീവ്ലി ഭഗവാനെ കുറിച്ചുള്ളതാണ്. ബാക്കിയുള്ള പുരാണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിനകത്ത് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മെയിൻ കണ്ടന്റ്, അതിനകത്തെ പ്രധാന ചർച്ചാ വിഷയം ഭഗവാനല്ല, കൗരവരും പാണ്ഡവരുമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുമ്പോൾ പരിപൂർണമായിട്ടും എക്സ്ക്ലൂസീവ്ലി ഭഗവാനെ മാത്രം, ഭഗവാന്റെ ഭക്തരെ കുറിച്ച് മാത്രം, ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം ഏതാണ്? ശ്രീമദ് ഭാഗവതം. അപ്പൊ നമ്മൾ 4 വിശേഷണങ്ങൾ പറഞ്ഞു. അപ്പൊ ഉദാഹരണം ഞാൻ പറയും, വേദം എന്ന് പറയുമ്പോൾ ധർമ്മമുണ്ട്, അർത്ഥമുണ്ട്, കാമമോക്ഷം, എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് ഇപ്പൊ 4ാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, 4ാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, 4ാമത്തെ വിശേഷണം ശ്രീമദ് ഭാഗവതത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പിന്നെ ഭക്തിയെക്കുറിച്ചും ഭക്തനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പൊ 4ാമത്തേത് അതുപോലെ തന്നെ അത് പറഞ്ഞത്, ഇതിനകത്ത് ഒരു വാക്കുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ധർമ്മപുരോചിത കൈതു അത്ര പരമോ നിൽമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര ശിവദം. അതും ശിവദം എന്ന് പറഞ്ഞാൽ മംഗളകരമായത്. അത് എന്തുകൊണ്ടാണ് മംഗളകരമായത്? ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് മംഗളകരമാണ്. അത് ക്വാളിറ്റി ഇതിന്റെ കൂടെ വരുന്നതാണ്, 4ാമത്തെ ക്വാളിറ്റി തന്നെ വരുന്നതാണ്. അതായത് ഭാഗവത് ധർമ്മം മാത്രമേ പറയുന്നുള്ളൂ, ഭഗവാന്റെ ധർമ്മ ഭക്തിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് അത് മംഗളകരമാണ്. അപ്പൊ ഇത് 4ാമത്തെ ക്വാളിറ്റിയാണ്. അപ്പൊ ഈ ഗ്രന്ഥം ഭാഗവത് തത്വം മാത്രം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ തത്വം എങ്ങനെയുള്ളതാണ്? ശിവദം, മംഗളം. ആർക്ക് മംഗളം? അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മംഗളകരമാണ്. ഏതൊരു വ്യക്തി ഭാഗവതം കേൾക്കുന്നോ ഭാഗവതം വായിക്കുന്നോ അവർക്ക് അത് മംഗളം മാത്രമേ സമ്മാനിക്കൂ. മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലത് മാത്രമേ അവർക്ക് സംഭവിക്കൂ. എന്ത് നല്ലത്? ഭൗതികമായി നല്ലതല്ല, ആധ്യാത്മികമായി. മംഗളം ഭവതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മംഗളം സംഭവിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാകട്ടെന്നല്ല, ആധ്യാത്മിക ഉന്നതി ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. കൃഷ്ണരെ മതിരസ്തു, അതുണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പൊ അത് 4 നമ്മൾ ചർച്ച ചെയ്തു. ഇനി 5ാമത്തെ വിശേഷണം നമുക്ക് നോക്കാം. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിൽമത്സരാണാം സദാം വേദ്യം വാസ്തവം അസ്ത്ര വസ്തുശിവതം താപത്രയോന്മൂലനം. താപത്രയം 3 വാക്കാണ്. താപത്രയ ഉന്മൂലനം. ത്രയം എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ദുഃഖം. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം. 3 തരത്തിലുള്ള ദുഃഖം ഏതാണ്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, കേട്ടുള്ളതായിരിക്കും, എന്നാലും ഞാൻ പറയാം. ആത്മികം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും നമുക്ക് തരുന്ന ദുഃഖം. മുട്ടിന് വേദനയാകാം, പക്ഷെ ആ വേദനയല്ല നമുക്ക് തരുന്നത്, നമ്മുടെ മനസ്സാണ് നമുക്ക് ദുഃഖം തരുന്നത്. എന്തെങ്കിലും വാർത്ത കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം, അതാണ് ആത്മികം. ഭൗതികം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രാണികൾ, ബാക്കിയുള്ള ജീവികൾ, ബാക്കിയുള്ള മനുഷ്യർ നമുക്ക് തരുന്ന ദുഃഖം. അത് ശാരീരികവും മാനസികവും ആകാം. ഒരു കൊതു നമ്മളെ കടിക്കുമ്പോൾ അത് ഭൗതിക ദുഃഖമാണ്. ആരെങ്കിലും നമ്മളെക്കുറിച്ച് തെറ്റ് പറയുന്നു, കുറ്റം പറയുമ്പോൾ നമുക്ക് വേദനിക്കുകയാണ്, അല്ല നമ്മളെ പള്ളു പറയുമ്പോൾ വേദനിക്കുക, അല്ല നമ്മളെ അടിച്ച വേദനിക്കുകയാണെങ്കിൽ അത് ആദിഭൗതികമാണ്. ആദിദേവി എന്ന് പറയും പ്രകൃതി നമുക്ക് തരുന്ന ദുഃഖം. ഇപ്പൊ ഇവിടെ രാവിലെ അമ്പലത്തിൽ പോയി ജപിക്കാതിരിക്കുമ്പോൾ എന്താ തണുപ്പാ തുടങ്ങിയെന്ന് പറയും. നല്ല സൂപ്പർ തണുപ്പ്. സ്വെറ്റർ വിട്ട് മഫ്ലെയറും കെട്ടിയാലും ശരി, ചിലപ്പോൾ ഹരകൃഷ്ണ പല്ല് കുട്ടിയിടിക്കും, അത്ര തണുപ്പ്. ഞാൻ വീക്ക് ഡിസംബർ ജനുവരി ആകുമ്പോൾ എന്തായിരിക്കും? ഇത് ആദിദൈവികമാണ്. ഭൗതികമായ ദുഃഖം ദേവീദേവതമാർ നമുക്ക് തരുന്ന ദുഃഖം, പ്രകൃതി തരുന്ന ദുഃഖം.
അതുകൊണ്ട് ചൂടാകാം, മഴയാകാം, മഴയില്ലായ്മയാകാം, തണുപ്പാകാം, വെയിലാകാം, വേറെ എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ഇതെല്ലാം ആദിദൈവിക. അപ്പൊ 3 തരത്തിലുള്ള ദുഃഖം. താപത്ര ഉന്മൂലനം. ഉന്മൂലനം ചെയ്യുന്ന പറഞ്ഞ അർത്ഥം എന്താ? നോക്ക, ഒന്ന് നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക. ഇല്ലാതാക്കുക. എന്തോ? ഹരേ കൃഷ്ണ പ്രഭു. ഇല്ലാതാക്കുക. അത് നശിപ്പിക്കാന്ന് പറഞ്ഞ പോലെ. ഉന്മൂലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരോടെ പിഴുതു കളയുക, പരിപൂർണമായിട്ട് നശിപ്പിക്കുക. അപ്പൊ ഈ താപത്രയോന്മൂലനം എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള നമ്മളുടെ ദുഃഖങ്ങളെയും ഭാഗവത പുരാണം പരിപൂർണമായിട്ട് നശിപ്പിക്കുന്നു. അതെങ്ങനെയാണ്? നമ്മൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാകില്ലേ? ഭൗതിക ദുഃഖങ്ങൾ ഒരിക്കലും മാറില്ല. കാരണം ഇത് ഭൗതിക പ്രകൃതിയുടെ സ്വഭാവമാണ് ദുഃഖം. ഇത് ദുഃഖമയമാണ്. അപ്പൊ ഇവിടെ ദുഃഖം ഇല്ലാതാകില്ല. പിന്നെ ഭാഗവതം എങ്ങനെയാ ദുഃഖം ഇല്ലാതാക്കുന്നത്? നമ്മൾ ഭാഗവതം വായിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് 9 സ്കന്ധം 10 കയറുമ്പോഴത്തേക്കും മനസ്സിലാക്കി കഴിയുമ്പം നമുക്ക് കൃഷ്ണനെ കുറിച്ച് ഒരു ധാരണ വരും. കൃഷ്ണൻ പരപുരുഷ ഭഗവാനാണെന്നുള്ള ഒരു ധാരണ വരും. ഏതെല്ലാം ഭക്തരെ ഏതെല്ലാം ദുഃഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ച്, എങ്ങനെയൊക്കെ രക്ഷിച്ചു എന്നുള്ളത് മനസ്സിലാവും. 10ാമത്തെ സ്കന്ധം വായിക്കുന്നവർ പറയുകയും വേണ്ട, 10 വരെ ആയി കഴിയുമ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് ഭഗവാനുള്ള പ്രേമം കൂടും, ഭഗവാനുള്ള സ്നേഹം കൂടും, ഭഗവാനുള്ള വിശ്വാസം കൂടും, ഭഗവാനുള്ള ഭക്തി കൂടും. അത് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ വരുന്ന ദുഃഖങ്ങളെ സഹിക്കാനുള്ള ശക്തി, ത്രാണി നമുക്ക് തരും. ഉദാഹരണം പൂന്താനം. പൂന്താനത്തിന്റെ ഒരേ ഒരു ഉണ്ണി നഷ്ടപ്പെട്ടപ്പോ പൂന്താനം പാടിയത് എന്തുവാ? ഹൃദയത്തിൽ വേറെ ഉണ്ണി ഉള്ളപ്പോ വേറെ ഉണ്ണി എന്തിനാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത് നമ്മളെ കേൾപ്പിക്കാനല്ല പൂന്താനം പറഞ്ഞത്. പൂന്താനത്തിന് അറിയാം. ഉദാഹരണം പറഞ്ഞ് എന്നെ കുറച്ചു നാളത്തെ, അത് ഭഗവാന്റെ പ്രോപ്പർട്ടി, ഭഗവാന്റെ കുട്ടിയാണ്, കുറെ നാളത്തേക്ക് എന്നെ ഏൽപ്പിച്ചു നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഭഗവത്ഗീത മുഴുവനും കേട്ട അർജുനൻ മാനസികമായിട്ട് തളർന്നില്ല. അഭിമന്യു മരിച്ചു കഴിഞ്ഞപ്പോ കരഞ്ഞു, നോ ഡൗട്ട്. അത് നമ്മുടെ 50 രൂപ 100 രൂപ കളഞ്ഞു പോയാലും നമുക്ക് വിഷമം വരും. അപ്പൊ നമ്മൾ 16 വയസ്സുള്ള മകൻ നഷ്ടപ്പെട്ട വേദന വരത്തില്ലേ? അതേസമയം അല്ല, അർജുൻ തളരാതിരിക്കാൻ കാരണം എന്തോ? ഭാഗവത തത്വം ഭഗവത്ഗീതയുടെ ഭഗവാന്റെ മുഖാരവത്തിൽ നിന്ന് കേട്ടു. അതേസമയം ദ്രോണാചാര്യര് മകൻ മരിച്ചു എന്നുള്ള വാർത്തയെ കേട്ടുള്ളൂ, ശവം ബോഡി പോലും കണ്ടില്ല, തളർന്നിരുന്നു. അപ്പൊ താപത്ര, ഈ ഒരു താപം, പുത്രനഷ്ടം എന്ന് പറയുന്ന താപം, ആദ്യ ആത്മീക താപം എന്നും പറയാം, ആദ്യ ഭൗതിക താപം എന്നും പറയാം. കാര്യം വേറൊരാൾ അടിച്ചേൽപ്പിച്ച ദുഃഖമാണ്. ആ ദുഃഖത്തിൽ ഒരാൾ തളർന്നു, ഒരാൾ തളർന്നില്ല. കാരണം എന്താണ്? ഒരാൾക്കുള്ളിൽ ഭാഗവത തത്വം, ഭഗവത് തത്വം ഉണ്ടായിരുന്നു, മറ്റേ ആളുടെ ഭഗവത് തത്വമില്ലായിരുന്നു. അപ്പൊ ഇവിടെ താപത്രയ ഉന്മൂലനം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നവരെ, നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങളും അനുഭവങ്ങളും അല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. നമ്മുടെ ദുഃഖത്തിന് നമ്മുടെ മനസ്സാണ്. ഞാൻ ദുഃഖിക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ദുഃഖിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോ ബന്ധുക്കാരോ അടുത്തുള്ള ആൾക്കാരോ എന്തെല്ലാം ചെയ്തട്ടെ, എന്റെ മനസ്സിൽ ഞാൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല. ഒരു പുഞ്ചിരിയോടെ അതിനെ നേരിടാൻ കഴിയും. നമ്മളുടെ ശാസ്ത്രത്തിൽ, ഭാഗവതത്തിൽ ആരെയൊക്കെ നോക്കിക്കോ, എന്തുകൊണ്ട് പ്രഹ്ലാദ് മഹാരാജന് ഭയം ഉണ്ടായില്ല? ഹിരണ്യകശിപുവിന്റെ ശബ്ദം വേണ്ട, നോട്ടം കൊണ്ട് പോലും ദേവദൂതന്മാർ ഭയക്കുമായിരുന്നു. ആ ഹിരണ്യകശിപു എന്തൊക്കെ ചെയ്തിട്ട് ഒരു കുലുക്കമില്ലാതെ നിൽക്കാൻ കാരണം എന്താ? ഭാഗവത തത്വം അറിയാവുന്നതുകൊണ്ട്. അംബരീഷ് മഹാരാജാവിന്റെ മുമ്പിൽ ദുർവാസാവ് മുനി അസുരനെ സൃഷ്ടിച്ച് കൊല്ലാൻ പോയപ്പോഴും കണ്ണു അടച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്തുകൊണ്ട് ഭയന്നില്ല? ഭാഗവത തത്വം അറിയാവുന്നുണ്ട്. അതാണ് ഇവിടെ 5ാമത്തെ വിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നത്. താപത്രയോന്മൂലനം, 3 താപങ്ങളെയും ഇല്ലാതാക്കുന്നു. ദുഃഖങ്ങൾ തീർച്ചയായിട്ടും വരും, അത് ഈ ഭൗതിക ലോകത്തിന് സ്വഭാവമാണ്. എന്നാൽ ഭാഗവതം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഭക്തി തത്വം അതാ കൃഷ്ണതത്വം മനസ്സിലാക്കും. അങ്ങനെ തത്വങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും പ്രേമവും കഴിയുമ്പോൾ ആ വ്യക്തിക്ക് എന്തനുഭവങ്ങളെയും ഒരു പുഞ്ചിരിയോട് ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കാൻ കഴിയും. നമുക്ക് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അതില് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഭൗതികവാദി എപ്പോഴും ആരെയാണ് ആശ്രയിക്കുന്നത്? മറ്റുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ആശ്രയിക്കും. എന്ത് ദുഃഖം വന്നാലും വേറൊരു വ്യക്തിയെ ആശ്രയിക്കും. ഒരു ഭൗതികമായ വ്യക്തിയെ നമ്മൾ ഭൗതിക ദുഃഖത്തിന്റെ സൊല്യൂഷന് വേണ്ടി ആശ്രയിക്കുമ്പോൾ അതിൽ 2 റിസൾട്ടാണ് ഉള്ളത്.
ഒന്നുകിൽ അത് നമുക്ക് നമ്മുടെ ഫേവറായിട്ട് വരും, ഇല്ലെങ്കിൽ അത് പരാജയപ്പെടും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്നു, ആ പ്രശ്നം നമ്മൾ വേറെ ആരെങ്കിലും ആശ്രയിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ട്, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ആ വ്യക്തി ചിലപ്പോൾ ആ പ്രശ്നം ശരിയാക്കാം, ശരിയാക്കാതിരിക്കാം. അപ്പൊ ശരിയാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടും പോ ഇങ്ങോട്ടും പോ. അത് നമ്മുടെ ഉള്ളിൽ ഭയം ക്രിയേറ്റ് ചെയ്യും. നീ സംഭവിച്ചില്ലെങ്കിലോ, നടന്നില്ലെങ്കിലോ. ഇപ്പൊ ഒരാൾക്കൊരു ജോലി വേണം, വേറൊരാളുടെ റെക്കമെൻഡേഷൻ ചെന്ന് പറഞ്ഞു, ഒരു മന്ത്രിയെ കണ്ടു, MLA കണ്ടു, ആ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മൾ മിണ്ടാതെ നമ്മുടെ ഉള്ളിലെ ടെൻഷൻ അടിക്കും, നടക്കുമോ നടക്കത്തില്ലയോ, നടന്നില്ലെങ്കിലോ, പൈസയും കൊടുത്തു പോയി. അപ്പൊ ഒരു ഭൗതിക വ്യക്തിയെ നമ്മൾ ഭൗതികമായ കാര്യങ്ങളുടെ സൊല്യൂഷന് വേണ്ടി സമീപിക്കുമ്പം അതിന്റെ ഫലം വ്യത്യസ്തമാകാം. നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ഇഷ്ടത്തിനും അനുരൂപമല്ലെങ്കിലോ എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ ഭയമാണ് പിന്നെ ക്രോധമായിട്ട് മാറുന്നത്. അത് നമ്മളെ നശിപ്പിക്കും. അതേസമയം ഏതൊരു വ്യക്തി ഭഗവാന്റെ ചരണാരവിന്ദം, ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞു, അംബരീഷ് മഹാരാജ്, പ്രഹ്ലാദ്, അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ. അവരുടെ ഉള്ളിൽ ഭയമില്ലാത്ത എന്തുകൊണ്ടാണ്? അവർ ഭഗവാനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, ഭൗതിക വ്യക്തിയല്ല ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചു കഴിയുമ്പോൾ അവർക്കറിയാം, ഒന്നുകിൽ ഭഗവാൻ ഇത് എന്റെ ഇഷ്ടത്തിനും എന്റെ ആഗ്രഹത്തിനും അനുസരിച്ച് ചെയ്തു തരും, അത് സംഭവിച്ചില്ലെങ്കിൽ അത് ഭഗവാന്റെ ഇഷ്ടം, എനിക്ക് വേറെ എന്തോ നല്ലത് ഭഗവാൻ വെച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷം. അപ്പൊ അവരുടെ ഉള്ളിൽ ദുഃഖം ഉണ്ടാകത്തില്ല, ഉന്മൂലനമായില്ലേ താപത്രയങ്ങള്. അപ്പൊ ഏതൊരു വ്യക്തി ഭഗവാനെ ആശ്രയം പ്രാപിക്കുന്നു എന്തിലൂടെ? ഭാഗവതത്തിലൂടെ നമുക്ക് ഭഗവത് തത്വം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഭഗവത് തത്വങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഭാഗവതത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവത് ഭക്തിക്ക് കഴിയും. ആ ഭക്തി നമുക്ക് തരുന്ന സ്ട്രെങ്ത്, ആ ഭക്തി നമുക്ക് തരുന്ന വിശ്വാസം, കോൺഫിഡൻസ്, ഇത് കൃഷ്ണന്റെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. വൈ ഷുഡ് ബി ഐ വറി? അപ്പം ഇതാണ് അവശ്യരക്ഷിവോ കൃഷ്ണ. അത് ചൈതന്യചരിതാമത്തിലുണ്ട്, അവശ്യരക്ഷിവോ കൃഷ്ണ. ഞാൻ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നു, ഞാൻ ഭഗവാന്റെ ആശ്രിതനാണ്, എന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ദുഃഖങ്ങളും അവശ്യരക്ഷിവോ കൃഷ്ണ, കൃഷ്ണൻ രക്ഷിക്കും. ഈ ഒരു വിശ്വാസം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ ഒരു വിശ്വാസം മാത്രം മതി ജീവിതത്തിൽ വരുന്ന എല്ലാ ദുഃഖങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുക. ഇതാണ് ഭഗവാന്റെ ഭക്തരുടെ ഏറ്റവും വലിയ സവിശേഷത. ഇത് ഏതൊരു വ്യക്തിയിലുണ്ടോ ആ വ്യക്തി ഭഗവാന് പ്രിയപ്പെട്ടതായിരിക്കും. അല്ലാതെ മുമ്പിൽ പോയിരുന്ന കാര്യം ചെയ്യോ, അതെന്താ ഇതെന്താന്ന് ഭഗവാൻ തിരിഞ്ഞു നോക്കത്തില്ല. സ്വന്തം അച്ഛനും അമ്മയും ഇത്രയും വർഷം കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ഭഗവാൻ നോക്കിയില്ലല്ലോ. ഭഗവാൻ എന്ത്, ആ കാരാഗ്രഹത്തിൽ അവരെ ഇടാതെ കംസനെ കൊല്ലാൻ പറ്റത്തില്ലായിരുന്നു, ഈ അസുരന്മാരെല്ലാം ഇല്ലാതാക്കാൻ പോകാൻ പറ്റില്ല. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിൽ സ്വന്തം കണ്ണു മുമ്പിൽ വെച്ച് 6 കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അടിച്ചു കൊല്ലുന്നത് കാണേണ്ടി വന്ന ഒരു അമ്മയുടെ അച്ഛന്റെ ഹൃദയ വേദന ആലോചിച്ച് നോക്കുക. അവർ കൃഷ്ണ കുറ്റം പറഞ്ഞു, അവർ കൃഷ്ണ വിളിച്ച് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ. അപ്പൊ ഈ ഭാഗവതത്തിൽ പറയുന്ന ഓരോ കഥയിലും കഥാപാത്രം നമ്മളായിക്കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത് എന്റെ ജീവിതത്തിൽ വന്നാൽ ഇവരെങ്ങനെ അതിനെ നേരിട്ടു? അത്രയും വലിയ ദുഃഖങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുമോ? വൃന്ദാവനത്തിലെല്ലാം വളരെ ഗോകുലത്തിൽ തന്നെ എല്ലാം വളരെ ശാന്തമായിട്ട് നടക്കുകയായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവര് പശുവിനെ തീറ്റുന്നു, പാല് കൊണ്ടുവരുന്നു, അത് തൈരാക്കുന്നു, വെണ്ണയാക്കുന്നു, നെയ്യാക്കുന്നു, മധുര പോലുള്ള സിറ്റി കൊണ്ടുവന്ന് വിൽക്കുന്നു, പൈസ കൊണ്ടുവന്നു. ഒരു ലേശ ദുഃഖമില്ലാതെ വളരെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് എപ്പോഴാണ്? കൃഷ്ണൻ വന്നു കഴിഞ്ഞു. 6-ാമത്തെ ദിവസം പൂതന വന്നു. അന്ന് മുതല് 11 വർഷം അവര് അവിടെ താമസിച്ചപ്പോ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരുന്നല്ലോ. പക്ഷെ വൃന്ദാവനവാസികൾ നിങ്ങൾ ഭാഗവത്തിൽ നോക്കി എവിടെയെങ്കിലും കൃഷ്ണക്കുറ്റം പറഞ്ഞു കണ്ടിട്ടുണ്ടോ? അതേപോലെ നമ്മളുടെ ജീവിതത്തിലും കൃഷ്ണൻ വന്നു കഴിയുമ്പം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടെ വരും. കൃഷ്ണന്റെ കൂടെ പ്രശ്നങ്ങളും വരും. എന്നിട്ട് കൃഷ്ണൻ മാറി നോക്ക്, ഈ പ്രശ്നങ്ങളെ എൻ്റെ ഭക്തർ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് സമീപിക്കുന്നത്. വൃന്ദാവനവാസികളുടെ കൂട്ട് നമുക്ക്
ആ വരുന്ന പ്രശ്നങ്ങളെ അല്ല നമ്മൾ നോക്കുന്നത്. എന്റെ കൂടെ കൃഷ്ണനുണ്ട്. അഖാസുരന്റെ വായിലോട്ട് കുട്ടികൾ കയറി പോവാണ്. ഇത് നല്ലൊരു പിക്നിക് സ്പോട്ട് ആണല്ലോ, ഗുഹയാണല്ലോ, ബാ നമുക്ക് കളിക്കാന്ന് പറയപ്പം ചില ഗോപന്മാർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് കയറിപ്പോട്ടെ, ഇത് അസുരനാണെന്ന് ഒരു സംശയം. അപ്പൊ കുറേ നേരം സോ വാട്ട്, ടെൻഷൻ എടുക്കുന്ന കൃഷ്ണ ഉണ്ടല്ലോ, കൃഷ്ണ ഹേനാ ടെൻഷൻ ക്യോ ലേരാ. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും അസുരന്മാർ പ്രശ്നങ്ങളുടെ രൂപത്തിൽ വരുന്ന അസുരന്മാര് വരുമ്പം എന്റെ ഹൃദയത്തിൽ കൃഷ്ണ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത വേണം. അവശ്യ രക്ഷവോ കൃഷ്ണ. അപ്പം അതേപോലെ തന്നെ അപ്പൊ ഇവിടെ താപത്രയോന്മാൽ. പിന്നെ ഇനി ഒരു അർത്ഥം കൂടെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഏതൊരു വ്യക്തി ശ്രീമദ് ഭാഗവത്തിന്റെ ശരണം സ്വീകരിക്കുന്നു, ശ്രീമദ് ഭാഗവത്തിൽ അഭയം തേടുന്നു, ആ വ്യക്തിക്ക് സദ്ഗതി നിശ്ചയമാണ്. ഭാഗവത പുരാണത്തിൽ ശ്രദ്ധയോടും ഭക്തിയോടും പരീക്ഷിത് മഹാരാജ് എങ്ങനെയാണ് സദ്ഗതി കിട്ടിയത്? 7 ദിവസം ഭാഗവതപുരാണം ശ്രവിച്ചു, ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കേട്ടു, 7 പകലും 7 രാത്രിയും. അദ്ദേഹം പോലെ വൃന്ദാവനത്തിൽ ഭഗവത് ധാമിൽ തിരിച്ചുപോയി. അപ്പൊ ഏതൊരു വ്യക്തി ശ്രദ്ധയോടും ഭക്തിയോടും ഭാഗവത്തെ സ്വീകരിക്കുന്നു, ആ വ്യക്തിക്ക് സദ്ഗതി 100% ഉറപ്പാണ്. അപ്പൊ സദ്ഗതി എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ താപത്രയം എവിടെയാ? താപത്രയം ഭൗതിക ലോകത്തിലല്ലേ ഉള്ളൂ, ആധ്യാത്മിക ലോകത്തിലില്ലല്ലോ. അപ്പൊ നമ്മൾ ഭാഗവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മൾക്കും ഈ ഭൗതിക ബന്ധത്തിൽ നിന്ന് മോചിതനാകാം. ആധ്യാത്മ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ താപത്രയം എവിടെയാണ്? താപത്രയം ഇല്ലല്ലോ അവിടെ. അപ്പൊ താപത്രയോന്മൂലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥത്തിൽ കാണണം. ഒന്ന്, വരുന്ന ദുഃഖങ്ങളെ നേരിടാനുള്ള ശക്തിയും കഴിവും നമുക്ക് ഭാഗവതം. 2, ഭാഗവതം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മ ലോകത്തിൽ കൊണ്ടുവരും. അപ്രകാരം ഭാഗവതപുരാണം ഒരു വ്യക്തിയുടെ 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും വേരോടെ പിഴുത് എറിയും. താപത്രയോന്മൂലനം. ഇനി ഇതാണ് 5 ക്വാളിറ്റി നമ്മൾ പറഞ്ഞു. ഇനി 6ാമത്തെ ക്വാളിറ്റി നോക്കാം. ധർമ്മപ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തുശിവതം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ രചിക്കുക. ആരാ രചിച്ച? മഹാമുനി. ആയത് മഹാമുനി? വ്യാസഭഗവാൻ. ശ്രീമദ് ഭാഗവതം രചിച്ചതാരാ? തുഞ്ചത്തെഴുത്തച്ഛനോ അല്ലെങ്കിൽ സാധാരണ എഴുത്തുകാരൊന്നും അല്ല. മഹാമുനി, വെറുമുനിയല്ല, മഹാമുനി. അപ്പം മഹാമുനി എന്ന് പറയുന്നത് വ്യാസഭഗവാൻ, ഭഗവാന്റെ ശക്തിയാവേശാവതാരം എന്ന് പറയാം, അംശാവതാരം എന്ന് വേണമെങ്കിലും പറയാം, രണ്ടും പറയാറുണ്ട്. അപ്പൊ ഭഗവാന്റെ ശക്തിയാവേശ അവതാരോ അംശാവതാരോ ആയതിനാൽ ഞാൻ വെള്ളം കുടിച്ചോട്ടെ. അതിനകത്ത് കുറ്റം വരാൻ വരില്ല. പറയുന്നതെല്ലാം സത്യമായിരിക്കും. അതായത് ഭാഗവത തത്വങ്ങള് അതിനകത്ത് ഒരിക്കലും നമ്മൾ ചോദ്യചിഹ്നം മനസ്സിൽ ഉയരാൻ പാടില്ല. പറയുന്നത് പരിപൂർണ സത്യമാണ്. കാരണം എന്താണ്? മഹാമുനികൃതേ, മഹാമുനിയാണ് അത് രചിച്ചിരിക്കുന്നത്. ആ മഹാമുനി ആരാണ്? ഭഗവാന്റെ അംശാവതാരമാണല്ലേ, ഭഗവാന്റെ ശക്തിയാവേശാവതാരമാണ്. ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതം വായിക്കുമ്പോൾ എവിടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഗുരുവിൽ നിന്നോ ശിക്ഷാഗുരുവിൽ നിന്നോ സ്വീകരിക്കുന്ന സംശയ നിവാരണം നടത്തണം. സംശയം കൊണ്ടു നടക്കാൻ പാടില്ല, അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭഗവാന്റെ അംശാവതാരം അല്ലെങ്കിൽ ശക്തിയാവേശാവതാരമായ മഹാമുനി വ്യാസൻ രചിച്ചത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾക്ക് അവിശ്വസിക്കേണ്ട യാതൊരു കാരണവുമില്ല. ഇനിയും 7ാമത്തെ വിശേഷം നോക്കാം. ധർമ്മപ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തുശിവതം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികത്തെ കിം വാ പരൈരീശ്വര. ഇത് 7ാമത്തെ. കിം വേറെ, വാ ആവശ്യം, പരൈ മറ്റുള്ള. വേറെ എന്ത് ആവശ്യമാണ്? അതായത് ഏതൊരു വ്യക്തി ഭക്തിയോടെ മനസ്സിരുത്തി ഭാഗവത പുരാണം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നു, ഏതൊരു വ്യക്തി ഭാഗവത പുരാണത്തിൽ അഭയം തേടുന്നു, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം പ്രകടമാകുന്നു. കിംവാ പരൈശ്വര ഹൃദി അവരുദ്ധ്യതേ അത്ര പൃഥിവി ശുശ്രുവി തക്ഷണ. തക്ഷണ എന്ന് പറഞ്ഞാൽ താമസമിന. അത് അവസാനത്തെ ആ വരി ഭഗവാന്റെ ട്രാൻസ്ലേഷൻ പറയുന്നത് കിംവാ പരേശ്വര. അതിൽ വേറൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യം എന്താണ്? അതായത് ഭാഗവതം
ആരിൽ നിന്നാണ് വന്നത്? വ്യാസനിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അത് പരിപൂർണമാണ്. കിംവ പരീക്ഷ, അതിനേക്കാൾ പിന്നെ വേറെ ധർമ്മമില്ല, പിന്നെന്താ ആവശ്യമില്ല. അതുപോലെ തന്നെ ഭാഗവത് മഹാത്മ്യത്തിൽ സവിനയത്തോടെ സശ്രദ്ധമായി ഭാഗവത സന്ദേശം ശ്രവിക്കുന്ന ഒരാളുടെ മനസ്സിൽ തൽക്ഷണം ഭഗവാൻ പ്രകടമാകുന്നു. ഭഗവാൻ സ്വയം പ്രകടമാകുന്നു. ഭഗവാൻ സ്വയം പ്രകടമാകുക എന്ന് പറഞ്ഞാല് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തില് 2 ശ്ലോകങ്ങൾ, ചതുശ്ലോകി ഭാഗവത്തിന്റെ 8, 9, 10, 11 ചതുശ്ലോകി ഭാഗവതം, ഗീത, ചതുശ്ലോകി ഗീത. അതില് 10ഉം 11 ശ്ലോകത്തിൽ പറഞ്ഞത് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം. തേഷാം ആരാണോ, തേഷാം സതതയുക്താനാം എപ്പോഴും ഏത് സമയത്തും ഭജതാം പ്രീതിപൂർവക എന്നെ പ്രീതിയോടെ സ്നേഹത്തോടെ ഭജിക്കുന്നത്, ദദാമി ബുദ്ധിയോഗം, ഞാൻ അവർക്ക് ബുദ്ധിയോഗം കൊടുക്കുന്നു. എന്തിനാ കൊടുക്കുന്നത്? ആ ബുദ്ധിയോഗം തം ഉപയാന്തിതേ, അവർക്ക് എന്റെ അടുക്കിൽ എത്താനുള്ള ബുദ്ധി ഞാൻ അവർക്ക് കൊടുക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? തേഷാമേവാനുകമ്പാർത്ഥം അഹം ആത്മാജന്തമഹ. തേഷാമേവാനുകമ്പാർത്ഥം അഹം ആത്മാജന്തമഹ. അറിയാമോ അത്? അറിയാം പ്രഭു. അഹം അജ്ഞാനജം തമഹ. തമഹ, അവരുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള അവർ ജ്ഞാനത്തിന്റെ ദീപം കൊടുക്കുന്നു. തേഷാം ഏവാനുകമ്പാർത്ഥം അഹമാത്മാജം തമ നാശ്യാമി ഭാവസ്തോ ജ്ഞാനദീപേന ഭാസ്വത. അവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ ജ്ഞാനത്തിന്റെ ദീപം തെളിയിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ഏതൊരു വ്യക്തി ഭാഗവതത്തെ സ്വീകരിക്കുന്നു, ശ്രദ്ധയോടെ ഭക്തിയോടെ സ്വീകരിക്കുന്നു, ആ വ്യക്തിയുടെ ഉള്ളിൽ ഭഗവാൻ പ്രകടമായിക്കൊണ്ട് ഭഗവാനിൽ എത്തിച്ചേരേണ്ട ബുദ്ധി നമുക്ക് തരും. അതായത് ഇപ്പൊ നമുക്ക് തോന്നുക, ഇന്ന് രാവിലെ ഇന്നിക്കേണ്ട ഐശ്വര്യ താമസിക്കണം പറഞ്ഞാൽ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നോ, എഴുന്നേക്ക്, ജപിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക. അപ്പൊ ഇന്ന് നോക്കി, ഇന്ന് ഭാഗവതം വായിക്കുന്നില്ല, അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു തരും. നമുക്ക് ആ ചിന്തകൾ വരുന്നത് കാണുമ്പോൾ മനസ്സിലാകും. നമുക്ക് ഭഗവാൻ ചിന്ത എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ഏതൊരു ചിന്തയാണോ നമ്മളെ ഭഗവാനിൽ ദൂരെ കൊണ്ടുപോകുന്നത്, ആ ചിന്തകൾ മായ തരുന്നതാണ്. ഏത് ചിന്തകളാണോ നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്, അത് യോഗമായി തരുന്നതാണ്. ഇപ്പൊ രാവിലെ എണ്ണിച്ച് ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അടുത്താണ്. അപ്പം മനസ്സിലാക്കണം, ഇതെനിക്ക് യോഗമായി തരുന്ന. യോഗമായി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ ഒരുപാട് ശക്തിയുണ്ട്, ലീയാശക്തി, ക്രിയാശക്തി, ഒരുപാട് അങ്ങനെ ശക്തികളുണ്ട്. അതിൽ യോഗമായ നമ്മൾക്ക് പ്രേരണ തരും. അതാണ് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകടമാകുക എന്ന് പറയുന്നത്. അപ്പൊ ഭാഗവതത്തിൽ 7 ക്വാളിറ്റികൾ നമ്മൾ ചർച്ച ചെയ്തു. ഒരു ഷോർട്ടായിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് കൈതവ ധർമ്മത്തെ തള്ളി പറയുന്നു ഭാഗവതം, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഏറ്റവും പരമായ ധർമ്മം നമുക്ക് തരുന്നു. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധർമ്മപ്രോചിത കൈതത്വ പരമ നിർമത്സരാണ്. അതായത് ആർക്കിത് പറ്റും? മനസ്സിൽ പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. നാലാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവം അത്ര വസ്തുശിവതം, ഇത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും മംഗളകരമായിട്ടുള്ളതാണ്. 4ാമത്തെ വിശേഷണം. 5ാമത്തെ വിശേഷണം താപത്രയോന്മൂലനം, 3 തരത്തിലുള്ള പാപങ്ങൾ, താപങ്ങളെ ഇല്ലാതാക്കുന്നു. പിന്നെ താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവത് മഹാമുനി ഹൃദയ, മഹാമുനിയാൽ രചിക്കപ്പെട്ടതാണ്. 7ാമത്തെ എന്താണ്? ഏതൊരു വ്യക്തി ഭാഗവതത്തിന് ശരണം പ്രാപിക്കുന്നു, ആ വ്യക്തിയുടെ ഉള്ളിൽ ഭഗവാൻ സ്വയം പ്രകടമാകും. 2ാമത്തെ ശ്ലോകം ഇത്രയേ ഉള്ളൂ. നമുക്ക് 3ാമത്തെ ശ്ലോകം അടുത്ത ചെയ്യാം. അതും വളരെ മനോഹരമായ ശ്ലോകമാണ്. നിഗമകൽപതരോ ഗളിതം ഫലം സുമാ അമൃതദ്രവ സംയുതം. അപ്പം പിന്നെ ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. പ്രഭു വ്യാസമഹർഷി രചിച്ചതുകൊണ്ട് പരിപൂർണമാണ്, അത്രയേ ഉള്ളോ? 6ാമത്തെ രചിച്ചത് ആരും സാധാരണ ഗ്രന്ഥകർത്താവല്ല ജയിച്ചിരിക്കുന്നത്. ഭഗവാന്റെ അംശാവതാരം അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയാവശ്യമായ മഹാമുനിയാണ് ഇത് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചിലപ്പോൾ ചില ചോദ്യചിഹ്നങ്ങൾ വരും. പലയിടത്തും ചോദ്യചിഹ്നങ്ങളും, മഹാഭാരതത്തിലൊക്കെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ വരും. ചില കോൺട്രാഡിക്ടറിയും കാണാൻ പറ്റും ചിലതിനകത്തൊക്കെ. പക്ഷെ ഭാഗവത്തിൽ ഒരിക്കലും അങ്ങനെയില്ല. ഓക്കെ മാതാജി. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു.
അപ്പൊ നമുക്ക് നിർത്താം. പ്രഭു, ഏഴാമത്തേത് ആര് ശരണം പ്രാപിക്കുന്നത് അവരുടെ ഉള്ളിൽ ഭഗവാൻ പ്രകടമാകുന്നു. നമ്മൾ മഹാഭാരതം വായിച്ചാൽ നമുക്കിത് പറയാൻ പറ്റില്ല. രാമായണത്തിൽ പറഞ്ഞിട്ടില്ല. ഏതൊരു വ്യക്തി ഭാഗവത്തിനെ ശരണം പ്രാപിക്കുന്ന, ഭാഗവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഭാഗവത്തെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ഭാഗവത്തെ മനസ്സിലാക്കുന്ന ഭഗവാനെ, അവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഭഗവാൻ പ്രകടമാകും. അത് ശ്ലോകത്തിന്റെ ഏത് പിന്നെ ശുശ്രുവി തക്ഷണാത് ഹൃദിവി അത്ര ഹൃദിവി ശുശ്രുവി തക്ഷണാത് സദ്യ ഹൃദി അവരുദ്ധ്യതേ അത്ര ഹൃദിവി ശുശ്രുവി തക്ഷണാത്. അതേസമയം, അതായത് പ്രഭാതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത്, ഭാഗവത മഹാത്മ്യത്താൽ സവിനയത്തോടെ സശ്രദ്ധമായി ഭാഗവത സന്ദേശം ശ്രവിക്കുന്ന ഒരാളുടെ മനസ്സിൽ തൽക്ഷണം ഭഗവാൻ വാസം ഉറപ്പിക്കുന്നു. വേറെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആധികാരികമായിട്ട്. അപ്പൊ ഇത് അതുമായിട്ട് കണക്ട് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ആരാണ്? വ്യാസഭഗവാനാണ്. വ്യാസഭഗവാൻ ഭഗവാന്റെ അംശാവതാരമാണ്. അതുകൊണ്ട് ഇത് ഭഗവാന്റെ വചനങ്ങളാണ്. ഏതൊരു വ്യക്തി ഭാഗവതം വായിക്കുന്നു, അവരുടെ ഉള്ളിൽ ഭാഗവതം പഠിക്കുന്നു, അവരുടെ ഉള്ളിൽ ഞാൻ തൽക്ഷണം വാസം ഉറപ്പിക്കും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഓക്കെ. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവ എന്ന് പറയുന്നത് അല്ലേ ഭഗവാൻ? എക്സാക്ട്ലി. നിത്യം ഭാഗവത സ്വാമി എന്ന് പറയുമ്പോൾ 2 കാരണങ്ങളുണ്ട്. ഒന്ന് മാതാജി പറഞ്ഞത് തന്നെയാണ്. 2, നമുക്ക് ഭാഗവതം റെസിപ്രോക്കേറ്റ് ചെയ്യും. റെസിപ്രോക്കേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? തിരിച്ച് കിട്ടുന്നതാണ്. വേർഡ് കിട്ടുന്നില്ല പ്രഭു. വിനിമയം ചെയ്യുക. വിനിമയം ചെയ്യുക. വിനിമയം ചെയ്യാൻ വിനിമയം നമുക്ക് ഫേവറായിട്ട് പ്രതികരിക്കും. അപ്പൊ നമ്മള് ഒരു കുറച്ച് ദിവസം വായിച്ചു കഴിയുമ്പം, കുറെ ദിവസങ്ങൾ നമ്മൾ ഭാഗവതം വായിച്ചു കഴിയുമ്പം, ഭാഗവതം വായിക്കാതെ ഉറങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. കണ്ടിന്യൂ നമ്മൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ബ്രേക്ക്. അത് ഭാഗവതം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതാണ്. അന്ന് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല. അയ്യോ, ഇന്ന് ഞാൻ ഭാഗവതം വായിച്ചില്ലല്ലോ, ഭാഗവതം ഒന്ന് സ്പർശിച്ചില്ലല്ലോ, ഭാഗവതം തുറന്നു നോക്കിയില്ലല്ലോ. ഭാഗവതം നമ്മുടെ സുഹൃത്തായി മാറും, നമ്മുടെ ഗുരുവായി മാറും, നമ്മുടെ എല്ലാമായി മാറും. അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവയെന്ന്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് കണക്ഷൻ വിട്ടുപോകും. ഓക്കെ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. പ്രഭുവിന്റെ വിശദീകരണമൊക്കെ വളരെ നന്നായിരുന്നു പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം. അടുത്ത പ്രഭു നമ്മൾ നിർത്തുകയാണ്. ഓക്കെ. ഓക്കെ പ്രഭു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमः। अनंतो गौड़ी वैष्णव की जय। श्रील प्रभुपाद की नित्याय गौर प्रेमानंद हरि ഹരി ഹരി ബോൾ. ഹരി ഹരി ബോൾ. थैंक यू। ഹരേ കൃഷ്ണ.